ബാങ്കിനെ നമ്മൾ എതിർക്കാനുള്ള കാരണം ഇതൊരു ഒരു ഒരു ഫൈനൽ റീസൺ ആണെന്നേ ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ ആദ്യത്തെ മെയിൻ റീസൺസ് ഇതൊന്നുമല്ല. മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ശബ്ദ മലിനീകരണവുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൽ ആദ്യം പറഞ്ഞ മാതിരി ഇതിൽ ഉപയോഗിക്കുന്ന കോളാമ്പി, അത് ലീഗൽ ഒരു വയലേഷനാണ് ഈ സംഗതി. കോളാമ്പി നിരോധിച്ചതാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ സാധാരണ ആളുകൾ ആരും ഇത് ഉപയോഗിക്കാറില്ല. പൊളിറ്റിക്കൽ പാർട്ടീസ് പോലും ഒന്നും ഉപയോഗിക്കാറില്ല. അവരെല്ലാം ബോക്സേ ഉപയോഗിക്കാറുള്ളൂ. ഈ പള്ളികളാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. നോയ്സ് പൊല്യൂഷൻ്റെ ഒരു റൂൾ വയലേഷനാണത്. അപ്പോൾ അത് അവർക്കൊരു അധാർമിക പ്രവർത്തനമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു വയലേഷൻ. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള സാധനം അവർ ചെയ്യണം. ഇപ്പോൾ കള്ളക്കടത്ത് പോലും ഈ പറയുന്ന മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് പോലും ഇസ്ലാമിൽ വകുപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ കാരണമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു റീസണാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മതത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് ഞങ്ങൾ ചെയ്യണത്, ഞങ്ങളുടെ അവകാശമാണെന്നുള്ള രീതിയിലാണ് ഈ കോളാമ്പി അവർ ഈ ഇല്ലീഗലായിട്ടുള്ള സാധനം ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ നോയ്സ്, ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൊടുക്കുന്ന ഒരു മിനിമം നോയ്സ് ലെവലുണ്ട്, അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് പറയുക. 50 ഡെസിബിൾ, 55 അങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ മിനിമം ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80, 100, 110 ഡെസിബിളാണ് ഈ പോണത്. ഈ നോയ്സ് ലെവൽ എന്ന് പറയുന്നത് അത് വയലേഷനാണ്. അപ്പം നോയ്സ് ലെവൽ വയലേഷൻ അവിടെ ഉണ്ടായി. ഇനി അത് കഴിഞ്ഞിട്ടാണ് ദൂരപരിധി എന്ന് പറയുന്നത്. നിങ്ങളൊരു ഇപ്പം നമ്മളിവിടെ ഒരു സ്പീക്കർ വെച്ച് എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പ്രമിസിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. ബാങ്ക് എവിടം വരെ ചെല്ലുന്നുണ്ട്? കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ലോ വോയിസിൽ കിട്ടുമെന്ന് വിചാരിക്കാം. തൊട്ടടുത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോയ്സ് ഇറ്റ്സ് എ പൊല്യൂഷൻ. അത് ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഗതികളാണ്. കുട്ടികളെ ബാധിക്കും, പ്രായമായ ആളുകളെ ബാധിക്കും, ഉറങ്ങുന്ന ആളുകളെ ബാധിക്കും. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ്, ഇപ്പോൾ കൊച്ചി പോലെയുള്ള സ്ഥലം അല്ലെങ്കിൽ തിരുവനന്തപുരം ഈ IT ഹബ്ബുകൾ, അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് പകൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഇത് വലിയ ദുരന്തമായിട്ട് മാറും. ഇതാണ് കാര്യം. പിന്നെ ഇതിലെ ടൈം വയലേഷൻ ഇതിനകത്ത് നടത്തുന്നത്. ടൈം വയലേഷൻ എന്ന് പറയുമ്പോൾ രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ ഒരു നോയ്സും പുറത്തേക്ക് വരാൻ പാടില്ല. ഇത് 6 മണിക്ക് മുന്നെയാണ് ഈ പറയുന്ന അലറി വിളി നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതും വയലേഷനാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അർത്ഥം ഈ പറയുന്ന വിശ്വാസപരമായിട്ടുള്ള ഒരു വയലേഷൻ കൂടി വരുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും വയലേഷൻ, എല്ലാ തരത്തിലും ഒരു സാമൂഹിക വിരുദ്ധതയാണ് സത്യത്തിൽ ബാങ്ക് വിളി എന്ന് പറയുന്നത്. ഒരു സാമൂഹിക വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ബാങ്ക് വിളി.